ഹലോ ഗൈസ്, നമ്മൾ ഒരു ബ്രദർ കമൻറ്റ് ചെയ്തായിരുന്നു ലോങ് വീഡിയോ കൂടെ ഒക്കെ അപ്ലോഡ് ചെയ്യണമെന്ന്. അപ്പോൾ ഞാനൊരു ലോങ് വീഡിയോ എടുക്കാനുള്ള ശ്രമത്തിലാണ്. ആക്ച്വലി നിലവിൽ ഞാനുള്ളത് ഫ്രാൻസിലല്ല, ഇത് ജർമ്മനിയിലാണ്. ഇന്നത്തെ ദിവസം നമ്മൾ മറ്റേ മരുന്ന് കുപ്പിയൊക്കെ കൊണ്ടുപോയി ഇറക്കിയതിന് ശേഷം എനിക്ക് ലോഡ് ഇട്ടിട്ടില്ല. സർവീസ് സെൻറ്ററിലേക്ക് വരാൻ പറഞ്ഞു. എനിക്ക് തോന്നുന്നു നമ്മുടെ ട്രെയിലറിന് ടെസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ട്രെയിലറിന് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല. ട്രെയിലറിൻ്റെ ടെസ്റ്റിന് മുന്നേ എനിക്ക് തോന്നുന്നു അവർ അതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യാനാണെന്ന് തോന്നുന്നു നമ്മുടെ കമ്പനിയുടെ സർവീസ് സെൻറ്ററിലേക്ക് വന്നതാണ്. ജർമ്മനിയിലുള്ള ട്രക്ക് മാസ്റ്റർ എന്നാണ് നമ്മുടെ കമ്പനിയുടെ സർവീസ് സെൻറ്ററിൻ്റെ പേര്. ഇവിടെ വേറെ കമ്പനികളുടെ ട്രക്കുകൾ സർവീസ് ചെയ്യാറുണ്ട്. വേറെ കമ്പനികളുടെ വാഹനങ്ങളെല്ലാം ഇവർ എനിക്ക് തോന്നുന്നു മറ്റേ ഒരു സൈഡ് ബിസിനസ് പോലെ ഏറ്റെടുത്ത് ചെയ്യുന്നതായിരിക്കും നമ്മുടെ കമ്പനികൾ. പിന്നെ പുത്തൻ ബെൻസുകൾ കുറേ എണ്ണം ഇവിടെ ഇറക്കിയിട്ടിട്ടുണ്ട്, കാണിച്ചു തരാം, വെയിറ്റ്. ഇതാണ് നമ്മുടെ സർവീസ് സെൻറ്റർ. ഇഷ്ടംപോലെ വണ്ടികൾ കിടപ്പുണ്ട്. വേറെ കമ്പനികളുടെ വണ്ടിയൊക്കെ വന്ന് ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ കമ്പനിയുടെ വണ്ടികളാണ് നിരന്ന് അവിടെ കിടക്കുന്ന മൊത്തം. ഫുള്ള് കുറേ ബെൻസ് ഉണ്ട്, അതൊക്കെ പഴയ മോഡലാണ്. അവിടെ അപ്പുറത്തെ സൈഡിലോട്ട്, ഇവിടെയല്ല, ഇതിൻ്റെ ബാക്ക് സൈഡ് ഇവിടെ അതുകൊണ്ട് ആ ഗ്യാരേജിൻ്റെ അപ്പുറത്ത് അങ്ങോട്ടേക്ക് ഫേസ് ചെയ്ത് കിടക്കില്ല. അതൊക്കെ പുത്തൻ ബെൻസുകളാണ് കേട്ടോ. അതുകൊണ്ട് ഇതുണ്ടോ, അതൊക്കെ പുതിയ വണ്ടികൾ കമ്പനി ഇറക്കിയിട്ടേക്കുന്നതാണ്. എന്തായാലും കുറേ പുതിയ ആൾക്കാർ കയറുന്നുണ്ടാവാം, അല്ല എന്താ പറയുക, ചിലപ്പം പഴയ വണ്ടികൾ മാറ്റുന്നുണ്ടാവാം. ഇതുവരെ നമ്മുടെ പരിപാടിയൊന്നും തുടങ്ങിയിട്ടില്ല. നമ്മുടെ ട്രക്ക് എന്താ കിടക്കുന്നു. നമ്മുടെ പരിപാടിയൊന്നും സ്റ്റാർട്ടായിട്ടില്ല. ട്രെയിലറിന് സർവീസ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് നാളെ രാവിലെ എനിക്ക് റെനോട്ടിൻ്റെ കമ്പനിയിൽ കൊണ്ടുപോയി അവിടെ വണ്ടിയുടെ ഫുൾ ചെക്കപ്പോ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം അതാണ് ചെയ്യാനിരിക്കുന്നത്. എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നോക്കട്ടെ, പറ്റിയാൽ പുത്തൻ വണ്ടികളുടെ അടുത്തൊന്ന് പോയി നോക്കാം. ഇതാണ് നമ്മുടെ കമ്പനിയുടെ പുത്തൻ ബെൻസ് വണ്ടികൾ. എനിക്ക് തോന്നുന്നു 10-20 എണ്ണം ഉണ്ട്, അങ്ങോട്ട് ഇങ്ങനെ നിരത്തി ഇട്ടിട്ടുണ്ട്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ഈ ഒരു മോഡൽ. നേരത്തെ കാണുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ ഈ മോന്ത എനിക്ക് ഇഷ്ടപ്പെടുന്നേ ഇല്ല. ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ പഴയ ബെൻസിൻ്റെ മുഖം തന്നെയാണ് അടിപൊളി. ഒരു ടെറർ ലുക്കായിരുന്നു. ഇതിപ്പോൾ ഒരുമാതിരി എന്താ ഇതിന് പറയണ്ടേ, അയ്യോ എന്നും പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന പോലത്തെ ഒരു ഫേസ്, ഒരു അലമ്പ് ഡിസൈൻ. ആ ബെൻസിൻ്റെ ആ ഒരു സിമ്പലിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു ഗുമ്മ് പോലും ഈ ഒരു സാധനത്തില്ല. ഇതുവരെ ഓക്കെ, ആ സിമ്പൽ ഇരിക്കുന്നതിൻ്റെ ആ ഒരു കളറും എല്ലാം പൊളി. പക്ഷെ ഇത് കട്ട ബോർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആർക്കെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടോ എന്തോ, ഐ ഡോണ്ട് നോ. പിന്നെ ഇപ്പം എന്തായാലും എൻ്റെ വണ്ടിയല്ലല്ലോ, മുതലാളിയുടെ വണ്ടിയല്ലേ. ബട്ട് സ്റ്റിൽ ഐ ഡോണ്ട് കുനോ. നമ്മളിതുവരെ വിളിച്ചിട്ടില്ല, സോ വെയിറ്റിംഗ് ആണ്, എന്താവും എന്നറിഞ്ഞുകൂടാ. വേറെ ഉണ്ട്, മലയാളികളൊക്കെ ഞാൻ കുറേ പേരെ കണ്ട്, 3-4 പേരുണ്ട്. അതായത് വേറെ കമ്പനികളിൽ ആ കിടക്കുന്ന വോൾവോ ഒക്കെ മലയാളികളാണ്. കാർഗോ എന്ന് പറയുന്ന കമ്പനിയിൽ വേറെ അകത്ത് ഒരാൾ കിടപ്പുണ്ടായിരുന്നു, വേറെ 2 പേരുണ്ടായിരുന്നു, അത് പോയി. നമ്മുടെ വണ്ടി ഇതാ കിടക്കുന്നു. ഹലോ, ഗുഡ് മോർണിംഗ്. നമുക്ക് കുറച്ച് പണിയുണ്ട്. ഇന്നലെ ട്രെയിലർ സർവീസ് ചെയ്ത് കിട്ടിയിട്ടില്ല ഇതുവരെ. ഞാൻ വെയിറ്റിംഗ് ആണ് ഇവിടെ തന്നെ. ഇന്നിപ്പം ട്രക്ക് സർവീസിന് കൊണ്ടുപോകണം. രാവിലെ 7:30 ടൈം തന്നേക്കുന്നത്. ഇപ്പോൾ ടൈം ഇവിടെ 6:30 എനിക്കൊരു അരമണിക്കൂർ കൊണ്ട് ഓടിയെത്താനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ട്രെയിലർ അൺകപ്പിൾ ചെയ്യണം. എനിക്കാണെങ്കിൽ അത് അറിയാം, പക്ഷേ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അടുത്ത് 2 മലയാളികളുണ്ട്, അവരെയും കൂടെ വിളിച്ചിട്ട് എന്തായാലും സാധനം സെറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കണം. ഓക്കെ, ട്രെയിലർ നമ്മൾ കട്ട് ചെയ്ത്, നമ്മുടെ മലയാളി ബ്രോ ഒരാളപ്പുറത്തുണ്ടായിരുന്നു, പുള്ളിയെ വിളിച്ചിട്ടാണ് കട്ട് ചെയ്തത്. ഞാൻ ആദ്യം ഒറ്റയ്ക്ക് ട്രൈ ചെയ്ത് നടന്നില്ല, അപ്പോൾ പുള്ളീനെയും കൂടെ വിളിച്ചിട്ട് കട്ട് ചെയ്തിട്ടേക്കുക. അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം പഠിക്കണമല്ലോ ഈ സംഭവം. അതുകൊണ്ട് നമുക്ക് ട്രെയിലർ കട്ടിങ് അങ്ങനെ വരാത്തതുകൊണ്ട് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് സംഭവം ഇങ്ങനെയൊക്കെ ആണെന്നറിയാം, പക്ഷേ അൺകപ്പിൾ ചെയ്യാൻ കുറേ വലിച്ചും പിടിച്ചും നോക്കിയിട്ട് അത് നടന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ അത് നടക്കാതെ പോയത്. എന്തായാലും ആ പുള്ളി വന്ന് ഹെൽപ്പ് ചെയ്തു, സംഭവം റെഡിയായി. നമ്മുടെ ചെക്കൻ ബാക്കിൽ കിടപ്പുണ്ട്, അവനെ പോകണ്ട. നമ്മളിനി ഫ്രണ്ട് എടുക്കുമ്പോൾ അവൻ ഇതാവും. ഓക്കെ,
തലയില്ല, വാലില്ല, നമ്മുടെ തല മാത്രം കാണുമ്പം ഒരു ഗാംഭീര്യം ഇല്ലാത്ത പോലെയാണ്. പിന്നെ വേറെന്ത് കാര്യമില്ല. എന്തായാലും നമുക്ക് പോയി നമ്മുടെ വണ്ടിയുടെ സർവീസൊക്കെ ചെയ്തിട്ട് വരാം. ജർമ്മനിയിലാണ് ഉള്ളത്, പോയിട്ട് വരാം. നമ്മുടെ സർവീസ് സെൻറ്റർ 8 മണിയാവും തുറക്കാൻ. പക്ഷേ എനിക്ക് 7:30 വേറെ പറഞ്ഞേക്കുക. ഓക്കെ, നമ്മൾ സർവീസ് സെൻറ്ററിലെത്തി. ഇവിടെ ഒരുപാട് വണ്ടിയുണ്ട്. റെനോവിൻ്റെ ഒരു ബ്ലാക്ക് എഡിഷൻ കിടക്കുന്ന നോക്കിയാണ്, പോളി ലുക്കല്ലേ. ഇതാണ് ഞാൻ അന്നൊരു വീഡിയോയിൽ പറഞ്ഞത്. വൈറ്റിനെക്കാട്ടിങ് ഒരു ടെറർ ലുക്കാണ് ബ്ലാക്ക്. പിന്നെ പുള്ളി അതിൽ കസ്റ്റം മറ്റേ ലൈറ്റ് ബാറും ഹോണൊക്കെ കയറ്റിയിട്ടുണ്ട്. പക്ഷെ ഒരു രക്ഷയില്ലല്ലേ സാധനം. ഇവിടെ സർവീസ് സെൻറ്ററിൽ വന്നപ്പോൾ കണ്ടതാണ് ആശാന്. ഒരു കിടിലൻ സാധനം. എൻ്റെ ഒരു മോഹവണ്ടി പോലത്തെ വണ്ടിയാണ്. പക്ഷെ ഇത് മിലിറ്ററി സ്പെക്കാണ്. എനിക്കിത് തോന്നുന്നത് ജർമ്മനിയിലല്ലേ നമ്മളുള്ളത്, അപ്പോൾ ജർമ്മൻ അവരുടെ മിലിറ്ററി സെറ്റപ്പ് ആയിരിക്കും. ഈ വണ്ടി അല്ല എൻ്റെ ഇത്, ബട്ട് ഇതേപോലത്തെ ഒരു നമുക്ക് ഓഫ് റോഡ് കേപ്പബിലിറ്റി ഉള്ള ഒരു വണ്ടി എന്നുള്ള രീതിക്കാണ് എൻ്റെ ഒരു മോഹവണ്ടി. അതായത് എനിക്കൊരു ഡ്രീമുണ്ട്, ഒരു വേൾഡ് ടൂർ എന്നുള്ളൊരു ഡ്രീമുണ്ട്. ആ ഡ്രീമിന് എനിക്ക് ഇങ്ങനത്തെ ഒരു വണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഇവൻ നല്ല കുടിയായിരിക്കും. മൈലേജ് എന്ന് പറയുന്ന സാധനം ഇവനുണ്ടാവില്ല, പക്ഷേ ഇവനെ കൊണ്ട് നമുക്ക് ഏത് കാടും മലയും കയറി പോവാം. 4x4 ഓഫ് റോഡ് കേപ്പബിലിറ്റി. പിന്നെ ആർമേഡ് ഗ്ലാസ് ഒക്കെ ആണെന്ന് തോന്നുന്നു. ഗ്ലാസ് ആർമേഡ് ആയിരിക്കുമല്ലോ, പക്ഷേ എന്നാലും ഗ്ലാസ് കണ്ടില്ല, ആകെ ആ ഒരു അത്രയും സ്പേസേ ഉള്ളൂ. സോ മിലിറ്ററി സ്പെക്കാണ്. പിന്നെ അതിൻ്റെ മുകളിൽ കണ്ടോ ആ ഒരു ഹുക്ക് ഇടാനുള്ള സാധനം, അതെനിക്ക് തോന്നുന്നു ഇത് എയർ ലിഫ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാണെന്ന് തോന്നുന്നു. ഇത് തന്നെയാണെങ്കിലും പൊളി, നല്ല കണ്ടറിയാം. ഇതുകൊണ്ടൊക്കെ ഒരു ഇടി കിട്ടുന്നവൻ പപ്പടം ആവും. അമ്മാതിരി ക്വാളിറ്റി ഉണ്ട്. പൊളി. ഇതും റെനോയുടെ തന്നെയാണ് കേട്ടോ. റെനോയുടെ തന്നെ വണ്ടി, എന്താ മിലിറ്ററിക്ക് വേണ്ടി ബിൽഡ് ചെയ്തേക്കുന്നതാണെന്ന് തോന്നുന്നു. ആഡ് ബ്ലൂയുടെ ക്യാനുണ്ട് ഇവിടെ. ഇപ്പം ഇറങ്ങുന്ന എല്ലാം ആഡ് ബ്ലൂ ഒക്കെ വെച്ചാണ് വരുന്നത്. സിമ്പിൾ ബട്ട് പവർഫുൾ. ഈ കാണുന്ന വണ്ടിയുണ്ടല്ലോ, ഇത് കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ സെയിൽസ് വാൻ പോലെയൊക്കെയല്ലേ തോന്നുന്നത്. പക്ഷേ ആക്ച്വലി ഈ വണ്ടി എന്ന് പറയുന്നത് കുതിരയ്ക്ക് വേണ്ടിയിട്ടുള്ള വണ്ടിയാണ്. കുതിരേനെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു 2 കുതിരേനെയൊക്കെ കൊണ്ടുപോകാൻ പറ്റുമായിരിക്കും. ഇവിടെ ഉള്ളവർ ഒരുപാട് മറ്റേ കുതിരകളുടെ സ്റ്റേബിൾ നടത്തുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വണ്ടിയാണിത്. റെനോയുടെ തന്നെ വണ്ടിയാണ്. ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, അകത്ത് ഗ്രില്ലും മറ്റേ ഇതൊക്കെ ഉണ്ട്, ചെറിയ വിൻഡോ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും അല്ല കാണേണ്ടത്. ഇവിടുത്തെ കാറ്റിൽ നമ്മുടെ നാട്ടിൽ ഈ പശുക്കളെയും ഇതിനെയൊക്കെ കൊണ്ടുപോകുമല്ലോ, അതേപോലെ ഇവിടെ കൊണ്ടുപോകുന്ന വണ്ടികളുണ്ട്. അത് ഇവിടെ ഒന്നും കിടപ്പില്ല. അല്ലെ ഞാൻ എപ്പോഴെങ്കിലും ഇനി കാണുമ്പോൾ കാണിച്ചു തരാം. സംഭവം വൻ ഹൈടെക്കാണ്. മീൻസ് ഫാനൊക്കെ വെച്ച് അവർക്കൊരു ഇഷ്യൂ ഒന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തി അങ്ങനത്തെ സെറ്റപ്പുള്ള വണ്ടികളാണ് ഇവിടെ കന്നുകാലികളെ കൊണ്ടുപോകാനൊക്കെ ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മുടെ അവിടെ പോലെ അപ്പുറത്തെ ഒരു സാധനം വാഷ് ചെയ്യുന്നുണ്ടല്ലോ, അതൊന്ന് പോയി നോക്കട്ടെ, ഒരു മിനിറ്റ്. വേറൊരാളെ സ്പോട്ട് ചെയ്തത്, ഇത് മെഴ്സിഡീസ് ബെൻസിൻ്റെ വാരിയോ എന്ന് പറയുന്ന ഒരു വേരിയൻ്റാണ്. വാരിയോ എന്ന് പറയുന്ന വാനാണ്. അതിൻ്റെ 814D എന്ന് പറയുന്നൊരു വേരിയൻ്റാണ് ഈ കിടക്കുന്നത്. വേറെ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ഗൂഗിളൊന്നും ചെയ്ത് നോക്കിയില്ല. പക്ഷേ ഈ വാരിയോ ആണ് ഇതെന്ന് എനിക്കറിയാം. കാരണം ഞാൻ ഈ വാരിയോടെ തന്നെ ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് ഫേസ്ബുക്കിൽ. ഞാൻ കുറേ കാലമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു ഡ്രീമുണ്ട്. ആ ഡ്രീമിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ ആരുടെ ഒരു കസ്റ്റം ബിൽഡാണ്. മേലത്തെ റൂഫ് റാക്ക്, ഇത് സംഭവം ഇവർ മോട്ടോർ ഹോമായിട്ട് അവർ യൂസ് ചെയ്യുന്നതാണ്. ആരോ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ ഇവിടെ ജസ്റ്റ് ഇത് 4x4 അല്ല, ഇത് മാനുവൽ മീൻസ് 2x ആണ്. 4x4 വേരിയൻസ് വരുന്നുണ്ട്. ഈ വണ്ടികളൊക്കെ എക്സ് മിലിറ്ററി, എക്സ് ഫയർ ട്രക്കായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന വണ്ടികളുണ്ട്. ഇവിടെ ഉള്ളവരുടെ ഒരു മീൻസ് ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ യൂറോപ്പിൽ അവർക്ക് എക്സ് ഫയർ ട്രക്ക്, മിലിറ്ററി വണ്ടികളെല്ലാം അവർക്ക് വാങ്ങി അവർക്ക് സ്വന്തം യൂസിന്, പേഴ്സണൽ യൂസിന് ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ മോട്ടോർ ഹോം, കാരവാനായിട്ടൊക്കെ കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും അവർക്ക്. അതിന് വലിയ ചിലവുകളൊന്നുമില്ല. നോർമലായിട്ടുള്ള നമ്മുടെ വർഷാവർഷമുള്ള ടെസ്റ്റ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ പോലത്തെ മറ്റേ നിയമങ്ങളൊന്നും അല്ല. സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ള നിയമങ്ങളാണ് ഇവിടെ ഉള്ളത്. പക്ഷേ നമ്മുടെ നാട്ടിൽ മാത്രം ഇങ്ങനത്തെ പരിപാടിയൊന്നും നടക്കില്ല. 15 കൊല്ലം കഴിഞ്ഞ് മര്യാദയ്ക്ക് ഓടാത്ത വണ്ടികളായിരിക്കും. മാക്സിമം ചിലപ്പോൾ ഒരു 10,000 കിലോമീറ്ററൊക്കെ ഓടിയിട്ടുണ്ടാവുള്ളൂ. ഇതൊക്കെ ഈ മോഡലൊക്കെ വന്നിട്ട് എങ്ങനെ പോലെ ഒരു 1980 അല്ല 1990s ടു മേലോട്ടൊക്കെ വരുന്ന മോഡലായിരിക്കും ഇതൊക്കെ. പക്ഷേ എന്താ പറയുക, നമ്മുടെ നാട്ടിൽ ഞാൻ പറയില്ലേ, സാധാരണക്കാരനെ ചൂഷണം ചെയ്യുന്ന നിയമങ്ങളെ നമ്മുടെ നാട്ടിലേ ഉള്ളൂ. അല്ലാതെ അവന് വേണ്ടത്
ചെയ്യാനോ അല്ലെങ്കിൽ എന്താ ഇങ്ങനെ ഇതിപ്പോൾ എന്താ ഇവരെന്ത് ചെയ്യുന്നറിയോ, വീക്കെൻഡ് ആകുമ്പോൾ ഇങ്ങനത്തെ വണ്ടി എടുത്ത് പിക്നിക്കിന് ക്യാരവാനും പിക്നിക്കിന് അല്ലെങ്കിൽ ഏതെങ്കിലും സ്പോട്ടിലൊക്കെ പോയി ഫ്രണ്ട്സൊക്കെ ആയിട്ട് നല്ല എൻജോയ് ചെയ്ത് അടിച്ച് പൊളിച്ച് അങ്ങനെ ലോകം ചുറ്റാനൊക്കെ അവർ പോകുന്നു. നമ്മൾ എന്താ ചുമ്മാ യൂട്യൂബിൽ കയറി നോക്കിയാൽ ഇഷ്ടം പോലെ നിങ്ങൾക്ക് കാണാം ബിൽഡ് ചെയ്യുന്നതിൻ്റെയും ഇതിൻ്റെ. എൻ്റെ ഒരു വൺ ഓഫ് ദി ഡ്രീമാണിത്. എന്ന് നടക്കുമെന്ന് അറിഞ്ഞൂടാ, ബട്ട് സംഡേ ഞാനും നാട്ടിൽ നിന്ന് തന്നെ ചെയ്യണം എന്നായിരുന്നു. നമ്മുടെ ട്രം 40 ഇങ്ങനെയൊക്കെ സെറ്റ് ചെയ്യണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ അത് നടക്കൂല എന്ന് മനസ്സിലായി. നമ്മുടെ നാട്ടിൽ ഒരു കോപ്പും നടക്കൂല. പൈസ ഉള്ളവൻ എന്തും നടക്കും, നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരനൊന്നും നമ്മുടെ നാട്ടിൽ നടക്കൂല. ഇതിപ്പോൾ ആരുടെയോ ബിൽഡാണ്, അകത്ത് ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇതിനകത്ത് ആരും കിടന്ന് ഉറങ്ങുന്നുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ കേട്ടോ. ഞാൻ എത്തിയൊന്നും നോക്കാൻ പോയില്ല. സർവീസിന് കൊണ്ടുവന്നാണെന്ന് തോന്നുന്നു കണ്ടിട്ട് ഇവിടെ, എന്നിട്ട് ഇട്ടേക്കുന്നതായിരിക്കും. പക്ഷേ എന്തായാലും കൊള്ളാം. കണ്ടോ, ഞാൻ പറഞ്ഞില്ല യൂറോപ്പിലുള്ളവർ ഭാഗ്യം ചെയ്തവരാണെന്ന് പറഞ്ഞതിൻ്റെ റീസൺ ഇതൊക്കെയാണ്. ഈ ഇങ്ങനെയുള്ള ബോട്ടൊക്കെ കൊണ്ട്, ഇതും ഒരു ഹൗസ് ബോട്ട്, മീൻസ് ഹൗസ് ബോട്ടല്ല, പക്ഷേ ഇതിനകത്തൊരു കിടന്നുറങ്ങാനും അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇവരിതും കൊണ്ട് കെട്ടി വലിച്ച് കൊണ്ടുപോയി ഏതെങ്കിലും പുഴയിലൊക്കെ ഇറക്കി ക്യാമ്പ് ചെയ്യും. ഇതൊക്കെയാണ്, ഇവരൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ജീവിതം എൻജോയ് ചെയ്യുന്നത്. നമ്മളൊക്കെ പറയുന്നില്ല ഒന്നും. ഹലോ, നമ്മൾ രാവിലെ റെനോവിൻ്റെ സർവീസിൽ നിന്ന് തിരിച്ച് നമ്മുടെ സർവീസ് സെൻറ്ററിലേക്ക് വന്നു. ഇവിടെ ഫുള്ള് മലയാളികളുടെ അയ്യര് കളിയാണ്. നമ്മുടെ കമ്പനിയിലുള്ളത്, വേറെ കമ്പനികളിലുള്ള എല്ലാവരും നമ്മുടെ കമ്പനിയുടെ സർവീസിനാണ് വരുന്നത്. കുറേ പേരെ കണ്ട്, കുറേ പേര് എണ്ണം തന്നെ എനിക്ക് ഓർമ്മയില്ല. എല്ലാവരെയും കാണും, പരിചയം പുതുക്കും, അങ്ങോട്ട് നമ്പറൊക്കെ വാങ്ങിക്കും, സംസാരിക്കും. നമ്മുടെ വണ്ടി അകത്ത് കിടക്കുക. അകത്ത് 3 ട്രെയിലറിന് 3 പുത്തൻ ടയർ കിട്ടി. 3 അല്ല 6 ടയർ, 2 സൈഡും കൂടെ 6 ടയർ കിട്ടിയിട്ടുണ്ട്. പുതിയ ബ്രേക്ക് പാഡൊക്കെ മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇനി ലൈറ്റ് ഇലക്ട്രിക്കൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതും കഴിഞ്ഞാൽ പിന്നെ ഇന്ന് ട്രെയിലറിൻ്റെ ടെസ്റ്റാണ്. നമ്മുടെ നാട്ടിലെ പോലെ പെയിൻ്റ് അടിയും പരിപാടിയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് 1 മിനിറ്റ് പണി കിട്ടി. നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വണ്ടി, നമ്മുടെ ചെക്കൻ്റെ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. ട്രെയിലറിൻ്റെ ടെസ്റ്റ് നടന്നുകൊണ്ട് നിൽക്കുകയാണ് അവിടെ. എന്തൊക്കെയാണെന്ന് വെച്ചാൽ എനിക്കും ഒരു പിടിയില്ല. ടയറ്, ബ്രേക്ക്, അങ്ങനെ എന്തൊക്കെയോ ചെക്ക് ചെയ്യുന്നുണ്ട്. ടയറ്, ബ്രേക്ക് പാഡ് അങ്ങനെയുള്ള എല്ലാം നമ്മൾ മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ ഇവരെ ചെക്കിങ്, ഇതൊരു ടെസ്റ്റിംഗ് സെൻറ്ററാണ്. ഇവിടെ ഇങ്ങനെ ക്യൂ ആയിട്ട് വണ്ടികൾ കിടപ്പുണ്ട്. ഓരോ വണ്ടികളായിട്ട് അവർ ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി ടെസ്റ്റ് ചെയ്ത് തരും. ഞാനിപ്പോൾ വന്നിട്ട് കുറച്ച് നേരമായി. വേറെ 3-4 വണ്ടികളുണ്ടായിരുന്നു, ക്യൂവിലിങ്ങനെ കിടക്കുക. എൻ്റെ ഈ ഫ്രണ്ടിലിരിക്കുന്ന ഈ ഒരു മെഷീൻ എന്ന് പറയുന്നത് അതിനകത്ത് ലെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് കണ്ടോ. അപ്പോൾ അത് ഈ കാറിൻ്റെ അവർ ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന ഹെഡ്ലൈറ്റ് ഡിമ്മും ബ്രൈറ്റും ഒക്കെയാണ് ചെക്ക് ചെയ്യുന്നത്. എനിക്കൊന്ന് ഹെഡ്ലൈറ്റിൻ്റെ ലെവലാണെന്ന് തോന്നുന്നു. ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളിലേക്ക് അടിക്കുന്നുണ്ടോ ഇല്ല, അങ്ങനെയുള്ള പക്ക ചെക്കിംഗ് ആണ്. പക്ഷേ വേറൊരു കാര്യം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടി ഉണ്ടോ ടെസ്റ്റിന് കൊണ്ടുവന്നേ, ഇവിടെ തുരുമ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ഇവിടെ വിഷയമല്ല. മെക്കാനിക്കലി ഫിറ്റാണോ എല്ലാ ലൈറ്റും കാര്യങ്ങളും, ടയറ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ബോഡി എന്ന് കരുതിയിട്ട് ഒരു മിൻറ്റ് കണ്ടീഷനാണെങ്കിലും പ്രശ്നമില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഇവിടെ ഒരു ബൈക്ക് വന്നു ടെസ്റ്റിന്. ആ ബൈക്ക് പെയിൻറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. സിംപിളി എന്താ പറയുക, ഒരു റൈഡ് പോയിട്ട് വന്ന പോലെ ആയിരുന്നു. മെക്കാനിക്കലി ഫിറ്റാക്കി കൊണ്ടുവന്നു എന്നാണ് എനിക്ക് തോന്നിയത്. അതിപ്പം പാസ്സായി പോയി. ഒരു ഹാർലി ഉണ്ടായിരുന്നു, അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അവിടെ കിടക്കുന്ന ട്രക്ക് അവർ അതിനടിയിൽ കയറി ഫുള്ള് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ് കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തതയുണ്ട്. പിന്നെ അറിയില്ല എന്തൊക്കെയാണ് വേറെ ഇനി ഇങ്ങനെ ഞാൻ വിചാരിക്കുന്ന പോലെ തന്നെയാണെന്ന്. പക്ഷേ ഈ ഒരു സംഭവം ഇപ്പോൾ ലൈറ്റൊക്കെ ചെക്ക് ചെയ്യുന്ന കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് അതിന് വേണ്ടിയിട്ടുള്ളതാണെന്ന്. കാറിൻ്റെ ഒരു ഇത് കണ്ടോ, ഇവിടെ ഈ ഒരു ഭാഗത്ത് കണ്ടോ, ഇതൊക്കെ മറ്റേ തുരുമ്പ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അവർ ടെസ്റ്റിന് എന്നുവെച്ചാൽ ഫുൾ പെയിൻറ്റൊക്കെ അടിച്ചല്ലേ കൊണ്ടുവരും. അപ്പോൾ ഇവിടെ അങ്ങനെ ഇതിപ്പം എന്താ പറയുക, സ്റ്റോക്ക് പെയിൻറ്റ് തന്നെയാണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. അറിയില്ല, മേ ബി അങ്ങനെ ആയിരിക്കാം. എന്തായാലും നടക്കുന്നു. ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം പറയാൻ പറ്റുമെന്ന് വെച്ചാൽ, നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഇടയ്ക്ക് ഒരു പണി കിട്ടിയെന്ന് പറഞ്ഞ് ഞാൻ ഓടുന്നുണ്ടല്ലോ. പിന്നെ അതിനുശേഷം ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ മറന്നു പോയതാണ്. സംഭവം നമ്മുടെ അവിടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത് വണ്ടി ഫ്രണ്ടിലോട്ട് എടുത്തപ്പോഴേ, ട്രെയിലർ ഡിസ്കണക്ട് ചെയ്ത് ഫ്രണ്ടിലോട്ട് എടുത്തപ്പോൾ അവൻ കേബിൾസ് റിമൂവ് ചെയ്യാൻ മറന്നുപോയി. അത് പൊട്ടി, അങ്ങനെ കുറച്ച് പണിയൊക്കെ. അങ്ങനെ ആ ഒരു ഇതിനിടയിൽ ഞാൻ പിന്നെ എല്ലാം വിട്ടുപോയി സത്യം പറഞ്ഞാൽ. പിന്നെ വീഡിയോ എടുത്തില്ല. അതിനുശേഷം പിന്നെ എനിക്ക് അടുത്ത പോകേണ്ട സമയം വന്നു. പിന്നെ ഞാൻ വണ്ടി എടുത്ത് നേരെ വന്നതാണ്. സോ അപ്പോൾ എനിവേസ് അത്രേ ഉള്ളൂ. എന്തായാലും നമ്മൾ തിരിച്ചിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ ഇനി നമ്മുടെ ഇതിലേക്ക് പോവുക. നമ്മുടെ ബേസല്ല, നമ്മുടെ സർവീസ് സെൻറ്ററിലേക്ക് പോവുക. അവിടെ പോയി കിടക്കാമെന്ന് ചോദിച്ചാൽ എനിക്ക് അടുത്ത ലോഡൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതുവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്.
ആൻഡ് കീപ് സപ്പോർട്ടിങ്. കുറേ പോരായ്മകളുണ്ടാവും. ഒരുപാട് നാളത്തിന് ശേഷമാണ് ഞാനൊരു ലെങ്ത് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരുപാട് പോരായ്മകളുണ്ടാവും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. സോ കീപ് സപ്പോർട്ടിങ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.